ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതപ്പം ഞാൻ ഇന്നൊരു മുട്ട ചട്നി നിങ്ങളെ പരിചയപ്പെടുത്താം, മുട്ട ചമ്മന്തി. അതിനിതാ എണ്ണ വെച്ചു, കടുകിട്ടു. കടുക് ചടപടപടാന്ന് പൊട്ടുമ്പോഴത്തേന് കുറച്ച് ഉഴുന്ന് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് കളർ ചേഞ്ചായി വരുമ്പോഴത്തേന് ഞാൻ അതിലേക്ക് ഇതാ ചുമന്ന മുളക് ഇങ്ങനെ കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് ഇതിലേക്ക് ഞാൻ എന്നാ എനിക്കെന്നറിയാമോ കുറച്ച് കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്യുവാണ്. കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെറുങ്ങനെ ഇതും കൂടെ വാടി വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഒരു ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ, ഒത്തിരി ഉള്ളി ആഡ് ചെയ്യല്ലേ, ലൈറ്റായിട്ട് കുറച്ച് ഉള്ളി ആഡ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുക. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടുക. ഇങ്ങനെ വാടി വരുമ്പോഴത്തേന് ഇതിലേക്ക് ഞാനുണ്ടല്ലോ കുറച്ച് കടല, ഇതിനെന്താ പറയുക നിങ്ങളുടെ ഇവിടെ ഞങ്ങൾ നിലക്കടല എന്ന് പറയും, കർണാടകയിൽ ഇതിന് മലയാളത്തിൽ എന്താ പറയുകയെന്ന് ശരിക്കും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ ഈ കടല തിന്നുന്ന കടലയില്ലേ അത് ആഡ് ചെയ്യുക, കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുട്ട ചട്നി എന്ന് വെച്ചിട്ട് ഇതൊക്കെ എന്തിനാന്ന് അല്ലേ, മുട്ട വെറുതെ ചട്നി ആക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ടാണ് ഇത് ചട്നി ആക്കുന്നത്. അപ്പോൾ ആ മുട്ടയുടെ ആ സ്മെല്ലും ഉണ്ടാകത്തില്ല, ചട്നിക്ക് കുറച്ചും കൂടെ ടേസ്റ്റും, ചമ്മന്തിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടെ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഈ ചട്നി നമ്മുടെ പിള്ളേർക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും അങ്ങനെ ചൂട് ചോറിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ. അടിപൊളി സാധനമാണ്. മുട്ട ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഒത്തിരി ഇതിനെ ഇട്ട് മൂപ്പിക്കല്ലേ, റോസ്റ്റ് ചെയ്യില്ല, അപ്പം മുട്ട ഇങ്ങനെ ഒരുമാതിരിയായി പോകും. അപ്പോൾ ഒരു മീഡിയം രീതിയിൽ മുട്ട ചെറുങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കണേ 10 മിനിറ്റ് ചൂടാറുന്നേടം വരെ വെച്ചിട്ട് ഇതിന് നമ്മൾ എന്നാ ചെയ്യണം, ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളിതിനെ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിതിനെ ഓഫ് ചെയ്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഈ മുട്ടയുടെ ചട്നിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കിയത് ഇട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ പോകണം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ കൂട്ടുകാരെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആരുടെ വീട്ടിലും മുട്ടയില്ലാത്തതൊന്നും അല്ലല്ലോ, ഒരു മുട്ട എടുക്കാൻ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്നാന്നുള്ളത് എനിക്ക് ഫീഡ്ബാക്കായിട്ട് പറയണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ കൂട്ടുകാരെ. അപ്പോൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചട്നിയുടെ ഫൈനൽ ലുക്ക്. ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് ഒന്ന് മടുത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ചപ്പാത്തി ആക്കി വെച്ചിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് പോയത്. അപ്പോൾ അത് എടുത്ത് ചട്നിയിൽ ഞാനിങ്ങനെ മുക്കിയിട്ട് ഞാനിങ്ങനെ കഴിച്ച് നോക്കുവാണ് കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയാമോ കൂട്ടുകാരെ. നിങ്ങളിങ്ങനെ ഒന്ന് ആക്കി കഴിച്ച് നോക്കിയുണ്ടല്ലോ, ഒന്ന് കഴിച്ചാൽ പിന്നെ നിങ്ങൾ ചപ്പാത്തിക്കൊന്നും വേറെ ഒരു കറി ആക്കാൻ നിൽക്കത്തില്ല. മക്കളാണെങ്കിലും വേറെ ഒന്നിനും നിൽക്കത്തില്ല. എൻ്റെ മോളും ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ. Till that, bye bye, take care all, love you all.